ഇന്നത്തെ കുട്ടികൾ ഉമ്മാടെ മുമ്പിൽ കിടന്നുകൊണ്ട് വഅദ് പറയുക, ചാടുക. സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ കടിച്ചു കീറുകയാ ഇന്നത്തെ മക്കൾ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തില്ലായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ സഹാബിക്കുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ഫ്രണ്ട്സുകൾ വരും, ഉമ്മയെ കാണാൻ കൂട്ടുകാർ വരും. കൂട്ടുകാർ വന്നിട്ട് ഇവര് തിരിച്ചു പോകുമ്പോ ഉമ്മ കാണാതെ കൂടെ ഇറങ്ങി ഓടും, ഉമ്മ കാണാതെ പുറകിലിറങ്ങി ഓടും. ഓടി ചെന്നിട്ട് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി ഉമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരുടെ കൂടെ പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? അടിക്കാനും ബഹളം വെക്കാനൊന്നുമല്ല, ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല. എന്തെങ്കിലും കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാനാ. തന്റെ വീട്ടിൽ ഉമ്മയെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ഉമ്മയ്ക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ എങ്ങനാ? നമ്മളോടൊന്നും പറയില്ല, ഉമ്മ ഒന്നും പറയില്ല. കാരണം മക്കളെ വേദനിപ്പിക്കാത്ത ഉമ്മമാർ, അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറയില്ല. ചില ഉമ്മമാര് പറയാറില്ല, പക്ഷെ ഫ്രണ്ട്സുകളോട് പറയും, എനിക്കത് വേണമായിരുന്നു, ഇത് വേണമായിരുന്നു. അപ്പൊ സഹാബി കൂടെ പോയി ചോദിച്ച് അറിഞ്ഞ് ഉമ്മയ്ക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ ഉമ്മ നാവ് കൊണ്ട് പറയും, മോനെ എനിക്ക് അത് വേണം, എനിക്കിത് വേണം, നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂല. നിങ്ങൾക്ക് എന്താ ഇതിന്റെ ആവശ്യം? നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വേണമെന്ന് നാവ് കൊണ്ട് ചോദിച്ചാ പോലും വാങ്ങിച്ചു കൊടുക്കാത്ത മക്കളുടെ കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു പ്രതിഫലമല്ല. ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ച അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാ. നിന്നെ മറക്കൂല ചെറുപ്പക്കാരാ, നിന്നെ മറക്കൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് കാസർഗോഡ് തളങ്കരയിലെ വയല് കേൾക്കാവുന്ന പെണ്ണുങ്ങളോട് പറയുകയാ, ഉമ്മാനെയും ഉപ്പാനെയും മറന്നു പോകല്ലേ പെങ്ങള്. പടച്ചവനെ, ഭർത്താവും സ്വത്തും മക്കളുമൊക്കെ കിട്ടിയപ്പോ നിങ്ങളിലധികം പേർക്കും പടച്ചവനെ മാതാപിതാക്കളെ നോക്കാ സമയമില്ലല്ലോ. എപ്പോഴും ഭർത്താവിന്റെ വീട്ടിലാണല്ലോ. എങ്കിലും പെങ്ങളെ വിളിച്ചൊരു ഫോണിലെങ്കിലും വിളിച്ചെന്ന് വിശേഷം അന്വേഷിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്ന മക്കളാ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. നാലാമത്തെ വിഭാഗം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത പിരിയാ. പടച്ചവനെ, നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള നാലാമത്തെ വിഭാഗം ആരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളെ തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ഓരോ സ്വഹാബത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, ഒന്നാമത്തെ സ്വഹാബിയെ വിളിച്ചു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ഈ സഹാബിക്ക് എന്തെങ്കിലും പറ്റിയാ നീ യുദ്ധം നയിക്കണം. മൂന്നാമത് പറഞ്ഞു, നീ യുദ്ധം നയിക്കണം. പടച്ചവനെ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു, യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അന്ന് തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ പടച്ചവനെ തുള്ളിച്ചാടി കടന്നു പോവുകയാണ്. അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ ഭർത്താവ് വീട്ടിലേക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് തുള്ളി തുള്ളി ചാടി കടന്നു വരികയാ. അസ്മാ ചോദിക്കുന്നു, ജൗഫറേ, എന്തേ വല്ലാത്ത സന്തോഷമുണ്ട്, വല്ലാത്ത സന്തോഷം
സന്തോഷമുണ്ട്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പെണ്ണേ അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ മുഅ്തദ് യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നെ അമീറാക്കി അല്ലാഹുവിന്റെ പ്രവാചകനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ്, അതിന്റെ സന്തോഷമാണ്. പടച്ചവരെ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കയറുകയാ. യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിന്റെ യാത്രയിൽ കാണാം. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കാണാം. ആ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം. ഞാൻ ചെന്ന് വായിച്ചവനാണ്. ജൗഫർ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ടോ, പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് മുമ്പ്, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ മരണം പറഞ്ഞല്ലോ. ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ കൊടി പിടിക്കേണ്ടത് നീയാണ്, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ പിടിക്കട്, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. ജൗഫറെ, നീ പിടിക്കട്. അല്ലാഹുവേ, നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്വഹാബി പിടിക്കട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കും. യുദ്ധത്തിന് മുമ്പേ നബി തങ്ങൾ മരണം പറഞ്ഞോ. യുദ്ധത്തിന് മുമ്പേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മരണം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ജൗഫർ റളിയല്ലാഹു തആല അൻഹു തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, അതാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ റളിയല്ലാഹു തആല അൻഹു തന്റെ 3 മക്കള് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. പടച്ചുറപ്പേ, മുഅ്തത്തിന്റെ രണാകണത്തിൽ യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി അവിടുന്ന് വെട്ടുകൊണ്ട് ഷഹീദായി വീഴുകയാണ്. റബ്ബേ, അവിടുന്ന് ഷഹീദായി വീഴുകയാ. രണ്ടാമത്തെ സ്വഹാബി ഇസ്ലാമിന്റെ കൊടി അവിടുന്ന് മുറുകെ പിടിക്കുകയാ. പടച്ചവനെ, യുദ്ധത്തിന് നേതൃത്വം നൽകി. രണ്ടാമത്തെ സ്വഹാബിയും അവിടുന്ന് വെട്ടുകൊണ്ട് ഷഹീദായി വീഴുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഇസ്ലാമിന്റെ കൊടി അവിടുന്ന് മുറുകെ പിടിക്കുകയാ. ഒരു കയ്യിൽ പടച്ചവനെ ഇസ്ലാമിന്റെ കൊടി പിടിച്ചു, അതാ വലത് കയ്യിൽ വാള് പിടിച്ചുകൊണ്ട് രണാകണത്തിലേക്ക് കടന്നു പോകുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയാ. സുബ്ഹാനല്ലാഹ്, തന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ കൊടിയങ്ങ് താഴെ വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വലത് കൈ കൊണ്ട് കൊടിയെങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാ. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോ വലത് കൈയും അവിടുന്ന് വെട്ടിമുറിക്കുകയാണ്. 2 കൈപ്പത്തിയും മുറിഞ്ഞു. കൊടിയങ്ങ് താഴെ വീണു. സ്വഹാബത്ത് പതറുകയാണ്. സ്വഹാബത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പതറുകയാണ്. അപ്പോഴാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ആ കൊടിയെടുത്തിട്ട് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്ക്. 2 കൈപ്പത്തിയും മുറിഞ്ഞു പോയ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ആ ഇസ്ലാമിന്റെ കൊടിയുണ്ടല്ലോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിനോട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഒരു 4 വരി ബൈത്ത് പാടുകയാ. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, സ്വർഗം വേണ്ടവരെന്റെ കൂടെ വാസാബാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന സ്വഹാബാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ നെഞ്ചിലേക്ക് കൊടിവെച്ചുകൊണ്ട് രണാകണത്തിലേക്ക് കടന്നു പോവുകയാ. സുബ്ഹാനല്ലാഹ്, ശത്രുക്കള് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടി നുറുക്കുകയാണ്. അവിടുന്ന് ഷഹീദാവുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബഹി നമസ്കാരം കഴിഞ്ഞു. സുബഹി നമസ്കാരം കഴിഞ്ഞു. പടച്ചവരെ യുദ്ധം കഴിഞ്ഞ് ജനങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഹാബ, എന്റെ ജൗഫർ ഷഹീദായി. സ്വഹാബ, ജൗഫർ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ ജൗഫർ ഷഹീദായി, എന്റെ ജൗഫർ ഷഹീദായി. പള്ളിക്കകത്തിരിക്കുന്ന സ്വഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാ. പടച്ചവരെ, നബി തങ്ങൾ ചോദിക്കുന്ന സ്വഹാബ, ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നത്? നബിതങ്ങളുടെ രണ്ടാമത്തെ ചോദ്യമാണ്, ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിക്കകത്ത് നബിതങ്ങളുടെ മുന്നിലിരുന്ന ഒരു സ്വഹാബി പോലും മിണ്ടുന്നില്ല. നബിതങ്ങൾ ചോദിക്കുകയാ, ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? അവരുടെ കുടുംബത്തിൽ ചെന്ന് മരണപ്പെട്ട വാർത്ത പറയണമല്ലോ. ഒരാള് പോലും മിണ്ടുന്നില്ല, ഒരാള് പോലും അനങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബ, എന്തു പറ്റി സ്വഹാബ? നിങ്ങൾ ഒരാളും എന്തേ തയ്യാറാകാത്തത്? അതിന്റെ കാരണം എന്തെന്നറിയോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ വയസ്സ് 19 വയസ്സാ. ചെറുപ്പക്കാരാ. അസ്മാ എന്ന് പറയുന്ന മഹദിക്ക് 19 വയസ്സേ ഉള്ളൂ. 3 മക്കളാടാ ചെറുപ്പക്കാരാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 മക്കളാ ഉള്ളത്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്. പടച്ചവരെ, ഈ 19 വയസ്സുകാരിയുടെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറയാറ്, ഈ 3 മക്കളോട് നിങ്ങളുടെ വാപ്പ മരണപ്പെട്ടു പോയെന്ന് പറയാറ് ഒരു സ്വഹാബിക്കും അവിടെ നിന്ന് ധൈര്യമില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വാ സഹാബാ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മഹാനായ അസ്മാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ തലങ്കരയിലെ പെങ്ങള് ആ 19 വയസ്സുകാരിയുടെ വീട്ടിൽ അവസ്ഥ എന്തെന്നറിയോ? നാളെ ഭർത്താവ് തിരിച്ചു വരുമെന്ന് കരുതിയിട്ടു. നാളെ യുദ്ധം കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വരുമല്ലോ. തിരിച്ചു വരുന്ന ഭർത്താവിനെ കാണാൻ 3 മക്കളെയും തലയിൽ എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു ഒരുക്കി വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാ. ഗൾഫിൽ 2 കൊല്ലം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണാൻ മക്കളെ നിർത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ പൊന്നാര മക്കളെ ഒരുക്കി നിർത്തുമല്ലോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വാതിലിന്റെ മുറ്റത്ത് നിൽക്കുന്ന മക്കളെ കാണുമ്പോ പ്രവാസിയായ സഹോദരൻ എത്ര സന്തോഷമാല്ലോ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ കാണാൻ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം തേച്ച് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. ഒന്നും അറിഞ്ഞിട്ടില്ല. അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വരുമ്പോ മക്കള് പറയുന്നു, ഉമ്മാ, നബി തങ്ങൾ വരുന്നുമ്മാ, വാപ്പ വരുന്നുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിഞ്ചു മക്കളുണ്ടല്ലോ, ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്നിട്ട് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് ചുംബിക്കുകയാ. എന്നിട്ട്
എന്നിട്ട് ആ മക്കൾ ഇങ്ങനെ തിരയുകയാ, സഹാബത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഞങ്ങളുടെ വാപ്പയുണ്ടോ? ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പിഞ്ചു മക്കള് വാപ്പാരെ തിരയുമ്പോ കാണുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബാ. വീട്ടിലെത്തിയുമായ മക്കളുള്ള മാതാപിതാക്കള്, വീട്ടിലെത്തിയുമായ മക്കളുള്ള മാതാപിതാക്കള്, ഈ തളങ്കരയിലെ ഏറ്റവും മനോഹരമായ വീടേതെന്നറിയോ? ഈ ആകാശത്തിന്റെ കീഴില് ഏറ്റവും മനോഹരമായ വീടേതെന്നറിയോ? അതൊരു യതീമുള്ള വീടാ, യതീമിന്റെ കണ്ണുനീര് വീഴാത്ത വീടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ചുംബിക്ക് സ്വഹാബാ, യതീമായ മക്കളെ സ്നേഹിക്ക് സ്വഹാബാ. പടച്ചവനെ, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കൊതിക്കാത്തവരില്ലല്ലോ. ഉസ്താദേ, പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജറുൽ അസ്വദ് ചുംബിക്കണമല്ലോ. പാവങ്ങൾ മുഴുവനും ആ ഹജറുൽ അസ്വദിൽ കഴുകി കളയണമല്ലോ. പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ, കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ. പാവം പൊറുക്കണോ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, ഉപ്പമാരെ, ജീവിതത്തിൽ ചെയ്തു പോയ പാവം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറയട്ടെ. പാവങ്ങൾ കഴുകണോ? ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് പോലെ നിന്റെ എല്ലാ പാവങ്ങളും കഴുകണോ? ഒരു യതീമായ കുഞ്ഞിനെ കണ്ടാൽ അവന്റെ തലയിൽ തലോടണേ. യതീമായ മക്കളുടെ കയ്യില്, യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തടകണേ. ഫോട്ടോ എടുക്കല്ലേ, ജനങ്ങളെ കാണിക്കാനല്ല. പടച്ചവനെ, യതീമായ ഒരു കുഞ്ഞിന്റെ തലയില് ഏതെങ്കിലും ഒരു മനുഷ്യന് കൈവച്ചിട്ട് തടകിയ എത്ര രോമം നിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് തടകടാ ചെറുപ്പക്കാരാ. പാപം ചെയ്തവര്, കള്ളു കുടിച്ചവര്, വ്യഭിചരിച്ചവര്, നിസ്കരിക്കാത്തവര്, ഭർത്താവിനെ ബന്ധിച്ചവര്, ഭാര്യമാരെ ബന്ധിച്ചവര്, മാതാപിതാക്കളെ പറ്റിച്ചവര്, ഉസ്താദേ, പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാനാണെന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുന്നവര്, തളങ്കരയിലെ തീമുള്ള വീടുള്ള തെരഞ്ഞു നടക്കടാ. യതീമായ മക്കളെ തെരഞ്ഞു നടക്കടാ. എന്നിട്ടാരും കാണാതെ യതീമായ മക്കളെ ഒന്ന് സ്നേഹിക്കൂ. തലയിലെ കൈവച്ച് തലോട്. ആ മക്കളുടെ എത്ര രോമം നിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബാ. മത്സരമാ, നബിതങ്ങളുടെ സ്വഹാബത്ത് മത്സരിക്കുകയാ. പടച്ചവനെ, വാപ്പാരെ തിരയുന്ന മക്കളെ കണ്ടപ്പോ നബിതങ്ങളുടെ കണ്ണ് നിറയുകയാണ്, നബിതങ്ങൾ കരയുകയാണ്, 3 മക്കളെയും കെട്ടിപ്പിടിക്കുകയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരയുകയാണ്. പടച്ചവനെ, എന്നിട്ട് നബി തങ്ങൾ വിളിക്കുന്നു, അസുമാ. വീടിനകത്ത് തന്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന ഭാര്യ ആ 19 വയസ്സുള്ള പെണ്ണിനോട് നബി തങ്ങളെ വിളിച്ചു പറഞ്ഞു, അസുമാ, ജൗഫർ ഷഹീദായി അസുമാ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോ സ്വഹാബികൾ മുഴുവനും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. എന്താണ് മറുപടി? എന്താണ് മറുപടി?
ആ 19 വയസ്സുകാരിയുടെ മറുപടി എന്താണ്? നിലവിളിയാണോ? പടച്ചവനെ ബോധം കെട്ട് വീഴുകയാണോ? പടച്ചവനെ എല്ലാവരും ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അസ്മാ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി നബിയേ. തന്റെ ഭർത്താവ് ഷഹീദായെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആ 19 വയസ്സുകാരി ചോദിക്കുകയാ, ഒരേ ഒരു കാര്യം എനിക്കറിയണം നബിയേ, ഒരേ ഒരു കാര്യം എനിക്കറിയണം നബിയേ. എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എനിക്കൊന്നറിഞ്ഞാ മതി നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി നബിയേ. എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? സ്വഹാബികൾ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, അസ്മാ, എന്തേ നീ എങ്ങനെ ചോദിച്ചത്? എന്തേ നീ എങ്ങനെ ചോദിച്ചത്? ആ സമയത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, പടച്ചവനെ മണിയറക്കകത്ത് എന്റെ കിടപ്പറയില് എന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ ജൗഫർ പറയുമായിരുന്നു, അസ്മാ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം അസ്മാ, എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ പോയിട്ട് വേണം എനിക്കും നോമ്പ് മുറിക്കാൻ. എനിക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയിരുന്ന് നോമ്പ് മുറിക്കണം. എന്റെ ആഗ്രഹമാ പെണ്ണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് മടിത്തട്ടിൽ കിടന്നിട്ട് ഭർത്താവ് പറയുന്ന ദുആ ചെയ്യാൻ അസ്മാ ദുആ ചെയ്തു, അല്ലാഹ്, എന്റെ ഭർത്താവിനെ നോമ്പുകാരിയാക്കിയിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവരെ, നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബാ, ജൗഫറിന്റെ മരണരംഗം പറയുകയാ, യാ റസൂലല്ലാഹ്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറിച്ചിട്ടിരിക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് വെള്ളവുമായി കിടന്നു വരികയാണ്, വെള്ളവുമായി കിടന്നു വരികയാണ്. ജൗഫർ തങ്ങളുടെ വായിലേക്ക് ആ മരണത്തിന്റെ വേളയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുഖമങ്ങ് തിരിക്കുകയാ. അവിടുത്തെ മുഖമങ്ങ് തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വെള്ളം തരരുത്, എനിക്ക് വെള്ളം തരരുത്, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഇവിടെ കിടന്ന് എത്ര പ്രയാസപ്പെട്ടാലും നിങ്ങൾ എനിക്ക് വെള്ളമൊഴിച്ച് തരരുത്, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് വാങ്ങി തന്നതാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ദുആയാണ്, അതുകൊണ്ട് എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന് നോമ്പ് തുറക്കണം. എനിക്ക് വെള്ളം തരല്ലേ, എനിക്ക് വെള്ളം തരല്ലേ. ഈ തൊണ്ട വറ്റി വരണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ കിടന്ന് ഷഹീദാകാൻ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതുപോലെ നോമ്പുകാരനായിട്ടാ മരിച്ചത്. അവിടുന്ന് നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അസ്മാ, റഅയ്തു ജൗഫർ മലക്കൈനി യതുയിറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് ചിറക് വെച്ചുകൊണ്ട് പറക്കുന്നു അസ്മാ, മലക്കുകളുടെ കൂടെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂടെ നിന്റെ ഭർത്താവ് പറന്നു പോകുന്നു അസ്മാ. നബി തങ്ങൾ
അക്ഷരങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മാലിക് ദിനാർ മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവര് മലക്കുകളെ സ്നേഹിക്കുന്ന നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉപ്പമാര്, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാര്, മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ. എത്ര പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും പ്രായമായാൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന വാപ്പാ, മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അവരുടെ ദുആ നിനക്ക് കിട്ടുമല്ലോ. അവർക്ക് നിന്നെ അറിയാം ബാപ്പാ, നിന്റെ വീടറിയാം പെങ്ങള്, നിന്റെ വീടറിയാ ചെറുപ്പക്കാരാ. അതാ സുന്നത്ത് നോമ്പിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ മലക്കുകളെയാണ് സ്നേഹിക്കേണ്ടത്, ഇവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അവരുടെ സ്നേഹമാണോ, അവരുടെ ദുആയാണോ എനിക്കും നിങ്ങൾക്കും വേണ്ടത്? അവര് നമ്മുടെ കൂടെ വരുമല്ലോ. മരണസമയത്ത് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കുന്നവര്, അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവര്, അല്ലാഹുവേ ആ മരണസമയത്ത് നിന്റെ ചാരത്ത് വരുമല്ലോ, നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗമാരോ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്ട മലക്കുകൾ നിന്നെ സ്നേഹിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ശുദ്ധിയോടുകൂടി നടക്കുന്നവരുണ്ടല്ലോ, ഒതുപെടുത്ത് നടക്കുന്നവരുണ്ടല്ലോ, പടച്ചവനെ ഉറങ്ങുമ്പോഴും ഒതുപെടുത്തുറങ്ങുന്നവരുണ്ടല്ലോ, മരിക്കുമ്പോഴും ഒതുവോടുകൂടി മരിക്കുന്നവരുണ്ടല്ലോ. അവരെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാണ്. മൂന്നാമത്തെ വിഭാഗമാരാ? തന്റെ മാതാപിതാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടല്ലോ, ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന മക്കളുണ്ടല്ലോ, ഉപ്പയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മക്കളുണ്ടല്ലോ, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കണ്ടുകൊടുക്കുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മലക്കുകൾക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാ. നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? സുന്നത്ത് നോമ്പിനെ സ്നേഹിക്കുന്നവരാ, നോമ്പ് പിടിക്കുന്നവരാ, നോമ്പിനെ ഇഷ്ടപ്പെടുന്നവരാ. അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ 4 നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 12:30 നിർത്താറായോ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 5ാമത്തെ ഒരു വിഭാഗമുണ്ട്, വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. 5ാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ആര് സ്നേഹിക്കുന്നോ, ആര് ഖുർആൻ ഓതുന്നോ, അവൻ്റെ വീട്ടിലേക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും, അവനെ സ്നേഹിക്കും, അവന് വേണ്ടി ദുആ ചെയ്യും. ആ മലക്കുകളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എത്രയോ ചരിത്രമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബി വന്നിട്ട് പറയുന്ന ചരിത്രമുണ്ട്. സൂറത്തു റഹ്മാൻ, സൂറത്തു റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്തു റഹ്മാൻ ഓതിയപ്പോൾ ഏത് വീട്ടിലാണോ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു റഹ്മാൻ ഓതുന്നത്, ആ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തു റഹ്മാൻ പാരായണം നമ്മുടെ വീടുകളിൽ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്ന വീടുകളിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വരും. ഒരു ദിവസം നിന്റെ വീട്ടിൽ ഖുർആൻ
ഖുർആൻ ഓതിയില്ലെങ്കിൽ മലക്കുകൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ നിന്റെ വീട് വെളിച്ചമായിട്ട് കാണും. നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ അവരവിടെ നിന്ന് നോക്കുമ്പോൾ ചില വീടുകൾ തിളങ്ങുന്ന വീടുകളായി കാണും. അതേത് വീടാ? ഖുർആൻ ഓതുന്ന വീട്. അള്ളാഹു നമുക്ക് ഖുർആനിനെ സ്നേഹിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു. കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിർത്തുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുണ്ട്. ഈ 114 സൂറത്തിൽ ഒരു സൂറത്തിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ച നിങ്ങൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് ഓതണമെന്നല്ല, ഇതിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിച്ചുകൂടെ? സ്നേഹിച്ചുകൂടെ? ഒന്ന് കൈപൊക്കിക്ക്. സ്നേഹിക്കാം. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിലെ 114 സൂറത്തിൽ 112ാമത്തെ സൂറത്ത് ഏതാ? 112ാമത്തെ സൂറത്ത് ഏതാ? നിങ്ങൾ എന്തപ്പോ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? 112ാമത്തെ സൂറത്ത് ഏതാ? 114ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. 113ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. 112ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്. ഒന്ന് പാരായണം ചെയ്തേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹു മൗലാനൽ അദീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓതാൻ അറിയോ? ഓതാൻ അറിയോ? ഓതാൻ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സഹാബികൾ വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഖുൽ ഹുവല്ലയാ ഓതുന്നേ. ഞങ്ങളുടെ ഇമാം എപ്പോൾ നിസ്കരിക്കുമ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതുന്നത് എന്ന് പറഞ്ഞ വലിയ സൂറത്ത് ഓതുന്നില്ല, എപ്പോഴും ചെറിയ സൂറത്താ ഓതണേ. നമ്മൾ പരാതി പറയുന്നത് ഉസ്താദ് വലിയ സൂറത്താ ഓതുന്നത്, ചെറുത് ഓതണില്ല എന്നാ. അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. നീ എപ്പോഴും ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, വലിയ സൂറത്ത് ഓതുന്നില്ല, എന്തേ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ ഈ സഹാബി പറഞ്ഞ മറുപടി, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത സ്നേഹവാ, അതുകൊണ്ടാ ഞാൻ ഓതണേ. എന്തേന്ന് ചോദിച്ചു. ഈ 114 സൂറത്തിൽ ഈ ഒരു സൂറത്തിനോട് മാത്രം ഇത്ര ഇഷ്ടമെന്താ? അപ്പൊ ആ സഹാബി പറഞ്ഞ മറുപടി, അള്ളാഹിനെ കുറിച്ച് പറയണ സൂറത്തല്ലേ, തൗഹീദിനെ കുറിച്ച്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്, അള്ളാഹിനെ കുറിച്ച് മാത്രം പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാ നബിയെ, അതുകൊണ്ടാ ഓതണേ. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല, ഓതിക്കോളാൻ പറഞ്ഞു. ഈ സഹാബി മടങ്ങി പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്നേഹിച്ചൂടെ? സ്നേഹിച്ചൂടെ? സ്നേഹിച്ചാ പോരാ, ഓതണം. ഈ സൂറത്ത് പാരായണം ചെയ്യണം. ഈ സൂറത്ത് പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് 5 പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 5 മിനിറ്റും കൂടെ പറഞ്ഞോട്ടെ ഉസ്താദ്, ഒരു 5 മിനിറ്റ് കൂടെ. അൽഹംദുലില്ലാ. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവന് അള്ളാഹു എത്ര പ്രതിഫലം തരും? പറയണോന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്കിക്കേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇനി പറയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ സൂറത്തുൽ ഇഖ്ലാസ്, ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ, നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ, ഇന്നു മുതൽ ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഇരിക്കണ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഞാൻ ചോദിക്കാം, കച്ചവടം എങ്ങനെയുണ്ട്? ഒറ്റ മറുപടി, എല്ലാം പോയി ഉസ്താദേ. എടാ, കച്ചവടം എങ്ങനെയുണ്ട്? ജീവിതം എങ്ങനെയുണ്ട്? ഉസ്താദെ, കൊറോണ വന്നതോടുകൂടി സർവ്വതും പോയി. നമ്മളെല്ലാരും പറയുന്നത് സമാധാനമില്ല, സന്തോഷമില്ല, തമ്മിലടി, ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ, വീടിനകത്ത് ചേരിച്ചെല്ലാൻ തോന്നുന്നില്ല, മക്കളെ എല്ലാം പ്രശ്നമാണ്, ആകെ പ്രശ്നം. ഉസ്താദ് എവിടുന്ന് എന്താണെന്നറിയില്ല ഉസ്താദെ, ആകെ ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതവും. പണമുള്ളവനും വീടുള്ളവനും പറയുന്നത് മരിച്ചാ മതി ഉസ്താദെ, ജീവിതം മടുത്തു, സമാധാനമില്ല, സന്തോഷമില്ല. എന്തേ കാരണം? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തകട് കുഴിച്ചിട്ടൊന്നും അല്ലാട്ടാ, ഉള്ള കാര്യം ഞാൻ പറയാം.
തകട് കുഴിച്ചിട്ടതോ മുട്ടയിട്ടതോ ഇതൊന്നുമല്ല വിഷയം. നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, നല്ല ജീവിതമില്ല, ബറക്കത്തില്ല, തമ്മിലടി, ഭാര്യയും ഭർത്താവും മക്കള് പമ്പിത്തല്ല. ഉമ്മ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടും എന്റെ വയറ്റിൽ കിടന്നല്ലേടാ, എന്തിനാ തല്ലുന്നേ? എന്തേ പ്രശ്നം? എന്തേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിനൊരു കാരണമുണ്ട്. അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്, അതാണ് നിന്റെ വീട്ടിലെ പ്രശ്നം. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്, ഇന്ന് പോയിട്ട് കണ്ണുനീര് തുടച്ചാ നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീയും കരയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും, ആ കണ്ണുനീര് നല്ലതല്ല. നബി തങ്ങൾ പറഞ്ഞതാ, 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്, ആ കണ്ണുനീര് നല്ലതല്ല. ആ 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന്, നിന്റെ വീടിനകത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ട്, ഇന്ന് ചെന്ന ഉടനെ കണ്ണുനീര് തുടയ്ക്ക്. നിന്റെ വീട് സന്തോഷവും സമാധാനവും മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ വീട്ടിലിരുന്ന് കരയുന്നറിയോ? നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്. ഖുർആൻ ഉള്ളവരൊക്കെ ഒന്ന് താഴ്ത്തിക്ക്. ഇന്ന് ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, ഒരു വീടിനകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ട്. വീട്ടുകാർ ഓതാതെ വന്നാൽ ഖുർആൻ കരയും. എന്ത് കരയും? എന്ത് കരയും? ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ നിന്റെ വീട് നന്നാകോ? 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 നന്നാകില്ല. അപ്പൊ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആ ഖുർആൻ എടുത്തൊന്ന് തുടക്കി. പൊടിയടിച്ചിരിക്കുന്നുണ്ട്, അതാരെങ്കിലും ഒന്ന് മരിക്കുമ്പോ എടുക്കാനുള്ള ഗ്രന്ഥമല്ല. നിന്റെ വീടിനകത്ത് പരിശുദ്ധമായ ഖുർആൻ ഇരുന്ന് കരയുകയാ. ഒരു ദിവസമെങ്കിലും ഒരായത്തെങ്കിലും അത് തുറന്നൊന്ന് പാരായണം ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാ പ്രശ്നവും മാറും, വീട്ടിലെ സർവ്വ പ്രശ്നവും മാറും. ആ ഖുർആനിന്റെ കണ്ണുനീര് തുടച്ചാ മതി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ 5 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. 1ാമത്തെ പ്രതിഫലം, നിന്റെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. ഇത്രയല്ലേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഈമാനോടുകൂടി മരിക്കണം. മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. കാരണം നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, സദഖ കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗം ഉണ്ടെന്നാ പറഞ്ഞേ, എല്ലാരും സ്വർഗത്തിൽ പോകുന്നാ പറഞ്ഞേ. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച അവന് സ്വർഗം ഉണ്ടെന്നല്ല പറഞ്ഞേ, അവൻ സ്വർഗത്തിൽ കയറി കഴിഞ്ഞു എന്നാ പറഞ്ഞേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതിയ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം എന്താ? ഈമാനുള്ള മരണം. ഈമാനുള്ള മരണം അള്ളാഹു നൽകുമാറാകട്ടെ. 2 ജീവിതത്തിൽ മയ്യത്ത് കാണാത്ത ആരുമില്ല. എല്ലാരും ജീവിതത്തിൽ മയ്യത്ത് കണ്ടിട്ടുണ്ട്, ഇല്ലേ? എന്നാൽ ചില മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇല്ലേ? ചില മുഖങ്ങൾ ഇപ്പോഴും ഓർമ്മയില്ലേ? എന്റെ പ്രിയപ്പെട്ട മജീദ് വാക്കബ് ഉസ്താദിനെ അറിയാം. എന്റെ ഒരു പ്രിയ സുഹൃത്ത് ഈ കഴിഞ്ഞ റമദാൻ 27-ാം രാവിന്റെ അന്നാ മരണപ്പെട്ടെ. നമ്മുടെ പൂച്ചക്കാട് കാലിയാരുടെ മോൻ മഹ്മൂദ് ച്ച. എന്നെ വല്ലാതെ സ്നേഹിച്ചൊരു മനുഷ്യനാ. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യത്ത് മംഗലാപുരത്ത് നിന്ന് ഈ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കുക നിസ്കരിക്കുക ചെയ്തില്ല. എന്റെ പ്രിയ സുഹൃത്ത് അബറാരി പറഞ്ഞു, സിറാജെ ഒന്ന് കാണണമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മുഖം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, നിങ്ങൾക്കറിയാം, ചില മുഖം കണ്ട മറക്കൂല, ചിരിച്ചോണ്ട് കിടക്കും. അവരുടെ മുഖം നോക്കിയ മറന്നു പോകാത്ത രീതിയിൽ, പടച്ചവനെ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിലുള്ള മരണം കണ്ടവരാ നമ്മള്. അതുകൊണ്ട് സഹോദര, 2ാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവർ നിന്നെ മറക്കൂല. അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം തരുമാറാകട്ടെ, അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. എന്റെ ചെറുപ്പക്കാരോട്, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും കൊടിപിടിക്കുന്ന ചെറുപ്പക്കാർ, മോനെ ഇത് കേട്ടിട്ട് പിരിയടാ. നീ മെസ്സിയുടെയും നെയ്മറിന്റെ ഒക്കെ ഫ്ലെക്സ് പൊക്കി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മജീദ് വാക്കബി ഉസ്താദിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഒരു സിനിമാ താരം, ഓന്റെ പേരെന്തായാലും, ഒരു സിനിമാ താരം വന്നിട്ട് ചോദിച്ചു, എന്നെ പോലെ ആകാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കാൻ. എല്ലാരും എന്തോ പറയുന്നു, എന്തലിയാണെങ്കിലും. അദ്ദേഹം ചോദിച്ചപ്പോ എല്ലാരും, ഉസ്താദ് ചോദിച്ചു, എന്നെ പോലെ ആകാൻ ആഗ്രഹമുള്ളവര്. ഞാൻ പറയുന്നത്, എന്റെ പൊന്നു സഹോദര, ഫ്ലക്സും ചുമന്നുകൊണ്ട് നടന്നു എത്രയോ പേര്.
മെസ്സി ആരാണെന്ന് നിനക്കറിയത്തില്ല, നീ ആരാണെന്ന് മെസ്സിക്കും അറിയത്തില്ല. നെയ്മർ ആരാണെന്ന് നിനക്കും അറിയത്തില്ല, നെയ്മറിന് നിനക്കും അറിയില്ല. നീ അവന്റെ ഫ്ലക്സും ചുമന്ന് സമയം കളഞ്ഞു എങ്കിൽ ഖുർആൻ ചുമക്കാൻ പറ്റുമോ? ഒറ്റ പ്രതിഫലം. എന്റെ സ്നേഹനിധികളായ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ച അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ മാലിക് ദിനാർ പള്ളിയിൽ നിന്ന് നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ, എല്ലാവരും നിന്റെ വീട്ടിൽ വരുമടാ. ഇവിടെ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിൽ കൊണ്ടുവരുമല്ലോ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു മയ്യത്ത് കെട്ടിലെടുത്ത് കിടത്തുകയാണ്. ജനാസ എടുത്ത് കിടത്തി കഴിഞ്ഞാൽ മയ്യത്ത് ചുമക്കണമല്ലോ, മയ്യത്ത് ചുമക്കണമല്ലോ. ആരാടാ നിന്റെ മയ്യത്ത് ചുമക്കുന്നത്? നീ സാധാരണ ആളല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തവര്, രാഷ്ട്രീയക്കാര് വന്നല്ലോ, പാണക്കാട് തങ്ങന്മാര് വന്നല്ലോ, പോലീസുകാര് വന്ന് ആകാശത്തേക്ക് വെടിവെക്കുമല്ലോ. വിവിഐപികൾ മരിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിലെ വിവിഐപിക്ക് ഇത്രയും വലിയ സ്ഥാനമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കലാമോദിയ തളങ്കരയിലെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങള്, സ്വന്തം പെമ്മക്കളും മരുമക്കളും വീടിനകത്തിരുന്ന് സീരിയൽ കാണുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് ഖുർആൻ ഓതിയ ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾക്കളോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾക്കളോ. വരുമടാ ചെറുപ്പക്കാരോ, ബാപ്പമാര് വരും, ബാപ്പമാര്, പെങ്ങന്മാര് വരും, പെങ്ങന്മാര്. നിങ്ങളുടെ ജനാസ ചുമക്കാ വിവിഐപികൾ വരികയാണ്. എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ സൈന്യം ഇറങ്ങി വരികയാ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ. തളങ്കരയിലെ നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരികയാ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകള് വരുമടാ നിന്റെ കുടിലില്, വരും ബാപ്പാ നിന്റെ വീട്ടില്. പെങ്ങള്, മാലിക് ദിനാർ പള്ളിയൊന്നും തികയില്ല പെങ്ങള്. നിന്റെ ജനാസ നമസ്കരിക്കാൻ ഈ ഒരുമിച്ച് കൂടിയതിനേക്കാളും ജനമുണ്ടാകുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചാൽ നിനക്കറിയുവോ, ചില ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഞാൻ പിടിക്കട്ടെ, ഞാൻ പിടിക്കട്ടെ. അവര് പറയും, വേണ്ട വേണ്ട വേണ്ട, കാരണം ഭാരമില്ലല്ലോ, തോള് വേദനിക്കുന്നില്ലല്ലോ. പക്ഷേ ചില ജനാസ ചുമക്കുമ്പോ ഭാരം താങ്ങാൻ പറ്റാതെ മാറുകയാ, ജനങ്ങൾ മാറി മാറി പിടിക്കുകയാ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന 3ാമത്തെ പ്രതിഫലം വരും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടാ, അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വീട്ടിലെല്ലാവരും കരയുമല്ലോ, എല്ലാരും കരയുമല്ലോ. അതിലൊന്നും കാര്യമില്ലടോ. എങ്കിലും കരയിപ്പിക്കേണ്ടത് ആരെയാണെന്നറിയോ? ഈ കാണുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ഈ പള്ളിപ്പറമ്പില് കബറ് കുടിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. നീ മരിച്ചാ നിനക്ക് കബറ് കുടിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അവനാടാ കരയേണ്ടത്, ആ മനുഷ്യനെയാ കരയിപ്പിക്കേണ്ടത്. കബറ് കുടിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാത്തു നിൽക്കുന്ന ഭാര്യയോട് പറയണം, ഇന്നൊരു പ്രയാസവുമില്ലായിരുന്നു, ഇന്ന് കബറ് കുടിക്കാൻ ഒരു പ്രയാസവുമില്ല, എളുപ്പത്തിൽ കബറ് കുടിച്ചു. ചിലരുടെ കബറ് കുടിക്കുമ്പോ വല്ലാത്ത പ്രയാസമോ. മോനെ, നിനക്ക് കബറ് കുടിക്കുന്ന മനുഷ്യൻ നിന്നെ കുറിച്ച് നല്ലത് പറയണമടോ, വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്, 36ാമത്തെ വയസ്സിൽ
വഫാത്തായി. 60 കൊല്ലം നിന്നെ പോലെ ജീവിച്ചില്ല. 6 കൊല്ലം ചെറുപ്പക്കാരാ, 6 കൊല്ലമേ ജീവിച്ചുള്ളടാ, 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. 6 കൊല്ലം ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഉമ്മയല്ല, വാപ്പയല്ല, കൂടപ്പറപ്പല്ല, നാട്ടുകാരല്ല, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ സിംഹാസനം കുലുങ്ങുകയാ. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം കണ്ട ഒരാളും മറന്നില്ല. എന്തൊരു ചിരിയാ സഅദ്, എന്തൊരു പ്രകാശമാ സഅദ്. കണ്ടവർ മുഴുവനും കൊതിക്കുകയാണ്, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എടോ, നിന്റെ ജനാസ കണ്ടിട്ട് പോകുന്നവര് പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരില് നിന്റെ ഭാര്യ പറയും നിനക്ക് ഗ്ലാമർ ഇല്ലെന്ന്. എടാ, മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ട് ഭാര്യ പറയണം, എന്റെ ഇച്ഛയ്ക്ക് വല്ലാത്ത ഗ്ലാമറാ, എന്തൊരു പ്രകാശമാ, ചുണ്ടിലെന്തൊരു പുഞ്ചിരിയാ. വെള്ള തുണിയുടെ അടിയിൽ കൊച്ചുമക്കള് തലയിൽ തുണിയിട്ടിട്ട് ഒളിച്ചു കളിക്കുമല്ലോ, കണ്ടുപിടിക്കുന്ന സമയത്ത് മക്കള് ചിരിക്കുമല്ലോ. ഇതുപോലെ മയ്യത്ത് മുഴുവനാ, മയ്യത്ത് തുണിയുടെ അടിയിൽ കിടന്നിട്ട് ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, ചിരിക്കണ്ടേ പെങ്ങള്. സഅദ് റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയായിരുന്നു. പടച്ചവനെ, സഅദ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, മയ്യത്ത് കട്ടിലിൽ വെച്ച് ചുമക്കുമ്പോ മലക്കുകളാ സ്വഹാബത്ത് പറയുന്നു, ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അവർ പരസ്പരം പറയുകയാ. സ്വഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ, നബിതങ്ങള് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ. സ്വഹാബികൾക്ക് അത്ഭുതമായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നത്, എന്തേ നബിയേ? സഹാബാ, സ്ഥലമില്ല സ്വഹാബാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, എനിക്ക് കാലുകുത്താ സ്ഥലമില്ല. നബി തങ്ങളാടാ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം സ്ഥലമില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത പരിമളമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ആ മനുഷ്യൻ കരയുകയാ, എന്തേ അല്ലാഹ്, എന്തു പറ്റി പടച്ചവര്? അവസാന ഖബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ആരും കാണാതെ മണ്ണ് മടിയിൽ വെച്ചു, ഖബറടക്കി കെട്ട് തന്റെ വീട്ടിലേക്ക് ചെന്ന് സൂക്ഷിച്ചു വെച്ചു. രാത്രിയാകുമ്പോ സുബ്ഹാനല്ലാഹ്, വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാ പടച്ചവര്, എവിടെ നിന്നാ പടച്ചവര് സുഗന്ധമടിക്കുന്നത് തെരഞ്ഞു ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുപോയ മണ്ണാണടാ ചെറുപ്പക്കാരാ. കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. മോനെ സഅദ്, എങ്ങനെയാ സഅദ്, എങ്ങനെയാ സഅദ്, ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെയാ സഅദ്? ഞാൻ ഖബർ കുടിച്ച് തന്നവനാ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന്, സുന്നത്ത് നോമ്പ് പിടിച്ചതിന് എന്റെ റബ്ബനിക്ക് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്. അല്ലാഹുവിന്റെ സൂറത്ത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാ അല്ലാഹു തരുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാ ബനല്ലാഹു ലഹു കസ്റൻ ഫിൽ ജന്ന
ജന്ന, സ്വർഗത്തിലൊരു വീടാടാ ചെറുപ്പക്കാരാ. ഉപ്പാ സ്വർഗത്തിലൊരു വീട് കിട്ടുമെന്ന് നബിതങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഒരുമിച്ച് കൂടി ഇവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് ഇന്ന് അവസാന ദിവസമാണ്, ദുആ ചെയ്ത് പിരിയുകയാണ്. പടച്ച റബ്ബിന്റെ മുന്നില് ജീവിതത്തിൽ വന്നുപോയത് മുഴുവനും ഇന്ന് പറഞ്ഞുകൊള്ളണം. ഇനി അടുത്ത വർഷമില്ല, ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഉറൂസുള്ളത്. അതുകൊണ്ട് റബ്ബ് തന്നിരിക്കുന്ന ചാൻസാണ്. ഇന്ന് കഴുകണം. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും രഹസ്യമായി പരസ്യമായി ചെയ്ത പാവം മുഴുവനും ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞ് കഴുകണേ ചെറുപ്പക്കാരാ. പാവം പൊറുക്കാതെ ഒരാൾ പോലും ഇവിടെന്ന് പിരിയരുത്. ഇന്നിവിടെന്ന് പിരിയുമ്പോ അഞ്ച് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ യാത്രയാകണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ കിടക്കുന്ന മഹാന് മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാ. ഇന്ന് ചോദിച്ചാലും കിട്ടുന്ന ദിവസമാ. ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു ഒരു അവസരം നൽകിയിട്ട് ആ അവസരം മുതലാക്കിയില്ലെങ്കിൽ നഷ്ടമാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് കരയടോ. പാപം ചെയ്താലും അല്ല പൊറുക്കുമല്ലോ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. അതാ മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ റബ്ബ്. ജീവനോടെ പെൺമക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ റബ്ബ്. യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുകയാ, എത്ര വലിയ പാപം ചെയ്താലും എന്നോട് പറഞ്ഞാ പുറത്തു തരാ. ഞാൻ ഗഫൂറാ, ഞാൻ റഹീമാ, ഞാൻ കരുണയുള്ളവനാ. എന്റെ മുമ്പിൽ നീട്ടുന്ന കൈകളെ ഞാൻ വെറുതെ മടക്കില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ചെയ്തത് മുഴുവനും പറയട്. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് അട്ടരുതിലാഹേ എന്നെ. കരയാൻ പറ്റുന്നവര് കരഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. റബ്ബിനോട് പറയണം, പൊറുക്കാതെ ഞാൻ പോകില്ല പടച്ചവര്. നീ എന്റെ റബ്ബാട്, ഞാൻ നിന്റെ അടിമയാണ്. എന്റെ പാപമെന്ന് പൊറുക്കണം പടച്ചവര്. അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പിരിഞ്ഞോ. അല്ലാതെ ഇനി ഒരവസരം കാത്തു നിൽക്കരുത്, ഒരവസരം കാത്തു നിൽക്കരുത്. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണില്ല, ഇന്നുള്ളവൻ നാളെയില്ല. അതുകൊണ്ട് ഇനി ഒരു അവസരത്തിന് ആരും കാത്തു നിൽക്കരുത്. അല്ല തരുന്ന അവസാനത്തെ ചാൻസ് നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കൊള്ളണം. ദുആ ചെയ്ത് തൗബ ചെയ്ത് സർവ്വ പാപങ്ങളും ഇന്നിവിടെ കഴുകിയിട്ട് വേണം എനിക്ക് നിങ്ങൾക്കും പിരിയാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത് മോനെ. മരിക്കാൻ ക്യാൻസറോ ട്യൂമറോ ഒന്നും വേണ്ട, ഒരു രോഗവും വേണ്ട. എന്റെ കുടുംബം അതിന് സാക്ഷിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ ഉമ്മ, എന്റെ സഹോദരിയുടെ ഭർത്താവ് റഫീഖ് മൗലവി, ഷനവാസ് മൗലവിക്ക് സുഹൃത്താ. എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് കൊറോണ ബാധിച്ച് അവസാനം ഐസിയുവിനകത്ത് കിടക്കുകയാ. ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു 48 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ മനുഷ്യൻ മരിക്കും. 48 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ മനുഷ്യൻ മരിക്കും. ഇപ്പോഴും ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരിയുടെയും എന്റെ അളിയന്റെയും അവസ്ഥ ഓർത്തിട്ട് സങ്കടപ്പെട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞപ്പോ എന്നെ സമാധാനിപ്പിച്ചത് എന്റെ ജ്യേഷ്ഠനാണ് ഫഖറുദ്ദീൻ. എന്നെ വല്ലാതെ സമാധാനിപ്പിച്ചു. നീ എന്തിനാ കരയുന്നേ? ഉസ്താദന്മാരല്ലേ, അള്ളാഹുവിന്റെ തീരുമാനമല്ലേ, ക്ഷമിക്ക്, ദുആ ചെയ്. ആ സഹോദരന് ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു തലവേദന പോലും ഇല്ലായിരുന്നടോ, ഒരു തലവേദന പോലും ഇല്ലായിരുന്നടോ. ആ മനുഷ്യൻ ഇന്ന് മണ്ണിനടിയില്ല. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.